ഇന്നലെ പറഞ്ഞ മാതിരി പഠിച്ചതും പഠിപ്പിക്കുന്നതും പോലെ നമ്മൾ ആവുന്നുണ്ടോ എന്ന് നോക്കുക. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം 17 തവണ പടച്ചവനോട് പ്രാർത്ഥിക്കാൻ പടച്ചവൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന നമ്മോട് പഠിപ്പിച്ചു വിട്ടതാണ്. ഇഹ്ദിന, ഞങ്ങളെ നീ വഴി നടത്തണേ, അസ്സിറാത്തൽ മുസ്തഖീമ, ചൊവ്വായ വഴിക്ക്. ആ ചൊവ്വായ വഴി ഏതാണ്? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച പ്രവാചകന്മാരും സദ്വൃത്തരും ശുഹദാക്കളും സത്യസന്ധരുമാകുന്ന നല്ലവരാകുന്ന നീ അനുഗ്രഹിച്ചവരെ വഴിയിൽ ഞങ്ങളെയും നടത്തണേ പടച്ചവനെ എന്ന് കൈകെട്ടി നിന്ന് 17 പ്രാവശ്യമായി പടിഞ്ഞാട്ട് തിരിഞ്ഞു നിന്ന് ഉളുവോട് കൂടെ ബാങ്കും ഇഖാമത്തും വിളിച്ച ശേഷം അത് തന്നെ ആദ്യം ഉളുവെടുത്തിട്ട് പറയാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കാൻ തീരുമാനിച്ചു വിട്ട തിരുദൂതർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിന പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന നമ്മൾ ഇന്നിപ്പോ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു റഹ്മത്തുള്ളാഹി വബറകാതുഹു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അള്ളാഹുവിൻ്റെ ഗുണവും അള്ളാഹുവിൻ്റെ രക്ഷയും അനുഗ്രഹങ്ങളും കരുണയും തങ്ങളുടെ മേൽ എന്നെന്നും ഉണ്ടാവട്ടെ എന്ന് ഈ പറഞ്ഞ നിസ്കാരത്തിൽ തന്നെ പറയേണ്ട സമയം സുബ്ഹ് 1, ളുഹർ, അസർ, മഗ്രിബ് 4 തവണ നിർബന്ധമായും സുന്നത്തും കൂടി ഉൾപ്പെടുത്തിയാൽ 7 തവണ പറയേണ്ട സമയം കഴിഞ്ഞുപോയി. സാധുക്കളെ, നിങ്ങൾ പറഞ്ഞോ, ഞാൻ പറഞ്ഞോ, പറഞ്ഞപ്പോൾ മനസ്സ് വെച്ചോ, അസ്സലാമു അലൈക, അള്ളാഹുവിൻ്റെ രക്ഷ നിങ്ങളുടെ മേലുണ്ടാവട്ടെ എന്നെന്നും അയ്യുഹൻ നബിയു, ഏ പ്രവാചകരെ എന്ന് മനസ്സിൽ വെച്ച് പറഞ്ഞോ. പ്രവാചകർ എന്ന് പറഞ്ഞാൽ തന്നെ കാലേ കൂട്ടി അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിൻ്റെ സന്ദേശപ്രകാരം നമ്മെ അറിയിക്കേണ്ട കാര്യങ്ങൾ പ്രവചിക്കാൻ വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞയക്കുന്ന ആളെന്നാണ്. ആ ആളുകൾ പ്രവാചകന്മാർ വരവ് ആദം അലൈഹിസ്സലാം മുതൽ തുടങ്ങിയിട്ട് 571 വരെ, ക്രിസ്താബ്ദം 571 വരെ തുടർന്നുകൊണ്ടേയിരുന്നു. 1,00,000 ചില്ലാനം അല്ലെങ്കിൽ 2,00,000 ചില്ലാനം അമ്പിയാക്കള്, 313 മുർസലീങ്ങള്, അവരിൽപ്പെട്ട 5 ഉലുൽ അസ്മുകൾ. ഇവർ ആദം അലൈഹിസ്സലാമാകുന്ന ആദ്യ മനുഷ്യനും ആദ്യ പ്രവാചകരുമാകുന്ന അവിടെ മുതൽ തുടങ്ങിയ വരവ് അവസാനിച്ചത് നമ്മുടെ നബിയാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെയാണ്. അവർക്ക് അന്ത്യപ്രവാചകർ എന്ന പേര് തന്നെ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവസാനത്തെ പ്രവാചകർ എന്നാണ്. അതായത് അള്ളാഹുവിൻ്റെ സന്ദേശപ്രകാരം നമ്മോട് കാര്യങ്ങൾ പ്രവചിക്കാൻ അള്ളാഹു പറഞ്ഞയച്ചവരെ കൂട്ടത്തിൽ അവസാനം വന്നയാൾ. ഒന്നും കൂടി പറഞ്ഞാൽ ഇനി ആ തലമുറയില്ല, പുതുതായി ഒന്നും വരാനില്ല. എത്ര പ്രവാചകന്മാർ വന്നോ, എവിടെ മുതൽ വന്നോ, എല്ലാവരും കൊണ്ടുവന്ന ദൗത്യം തങ്ങളാൽ പൂർത്തീകരിക്കപ്പെട്ടു. മാത്രമല്ല, തങ്ങളുള്ള കാലത്ത് ആരെങ്കിലും അതിൻ്റെ മുമ്പുള്ള പ്രവാചകന്മാർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരുടെ ശരീഅത്തും അവരെ കിതാബും അവരെ കൈവശമുണ്ടെങ്കിൽ പോലും മുഹമ്മദ് നബിയാകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രംഗത്ത് വന്നാൽ അവരോടൊക്കെ ഉള്ള കൽപ്പന, മുഹമ്മദ് നബി പ്രത്യക്ഷപ്പെട്ടാൽ, തങ്ങൾ രംഗപ്രവേശനം ചെയ്താൽ നിങ്ങളെല്ലാവരും അവരെ കൊണ്ട് വിശ്വസിക്കണം, നിങ്ങൾ അവരെ അനുയായികൾ ആവണം എന്നായിരുന്നു. അതിൻ്റെ അർത്ഥം ആ പ്രവാചകരെ കൊണ്ട് ഈ ദൗത്യം തീരുകയാണ്. ആ പ്രവാചകരാണ് നമ്മുടെ പ്രവാചകർ. അപ്പോൾ നമ്മുടെ പ്രവാചകരാകുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകരിൽ അവസാനത്തവരും പ്രവാചകന്മാരെ നിർവഹിക്കേണ്ട ദൗത്യം പൂർത്തീകരിച്ചവരും, ഇനിയൊരു പ്രവാചകന്റെ ആവശ്യമില്ലാത്തവണ്ണം ആ തലമുറയുടെ അവസാനത്തെ ആളും അതോടുകൂടെ നമ്മുടെ നേതാവും കൂടിയാണ്. നമ്മൾ ചിലപ്പം ദ്വാരക്കുമ്പോഴും പുസ്തകങ്ങൾ മറിക്കുമ്പോഴും വായിക്കുമ്പോഴും കാണാം വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ. ചിലപ്പം കൂടെ ഖാത്തിമുൽ അംബിയായി അല്ലെങ്കിൽ അഷ്റഫുൽ മഖ്ലൂഖീന അല്ലെങ്കിൽ അക്രമിർ റുസുലി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും.
വാർത്തപ്പാടി വേത്തിൽ യാ അക്രമ റസൂലീന, മുർസലുകളിൽ വെച്ച് ഏറ്റവും ആദരിക്കപ്പെടുന്നവരെ, ആദരവുള്ളവരെ, ഉന്നതരെ എന്ന്. അപ്പോൾ എല്ലാം കൊണ്ടും ഉന്നതരാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിൽ ജനിക്കാനും ഇത്രയും കാര്യങ്ങൾ അവരെക്കുറിച്ച് പഠിക്കാനും കഴിഞ്ഞ നമുക്ക് തങ്ങളുടെ സമുദായത്തിൽ ആയത് തന്നെ ഒരു അനുഗ്രഹം. അതോടുകൂടെ തങ്ങളോട് നേരിട്ട് അസ്സലാമു അലൈക്കും അയ്യുഹൻ നബിയു റഹ്മത്തുള്ളാഹി വ ബറകാതുഹു എന്ന് പറയാൻ അവസരം കിട്ടിയ ഖൗമിൽ നാം പെട്ടത് മറ്റൊരനുഗ്രഹം. എന്നാൽ അതിൻ്റെയൊക്കെ കൂടെ ഒന്നുണ്ട്, ഈ പ്രവാചകർ അന്ത്യപ്രവാചകരായതുകൊണ്ട് ഏറെക്കുറെ ദുന്യാവിൻ്റെ ഗ്യാരണ്ടി കഴിഞ്ഞു തുടങ്ങി എന്നതിൻ്റെ ഒരു സൂചനയും കൂടി അതിലുണ്ട്. അപ്പം ഈ കണക്ക് കൂട്ടാൻ ആദം അലൈഹിസ്സലാം മുതൽക്ക് ഇങ്ങോട്ടുള്ളത് കണക്കൂട്ടി നോക്കിയാൽ ഞമ്മക്കിനി പണ്ട് വയസ്സന്മാർ പറഞ്ഞിരുന്ന മാതിരി ഖിയാമത്ത് ബക്കത്ത് അല്ലെങ്കിൽ അടുത്ത് എത്തിയിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ ഓതിയത്. ഇഖ്തറബത്തി സാഅത്തു വൻഷഖൽ ഖമർ, വൻഷഖൽ ഖമർ, അന്ത്യനാൾ അടുത്തു കഴിഞ്ഞു. അതിൻ്റെ അടയാളം എന്നോണം ചന്ദ്രൻ പിളർന്നു കഴിഞ്ഞു. അന്ത്യപ്രവാചകരാകുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇശാറത്ത് പ്രകാരം ഒരു ദിവസം ഒരു അസാധാരണ സമയത്ത് ചന്ദ്രൻ ഉദിക്കാത്ത സമയത്ത്, ഉദിക്കേണ്ടതില്ലാത്ത സമയത്ത്, അഥവാ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പകൽ സമയത്ത് സൂര്യൻ അസ്തമിച്ച് അല്ലെങ്കിൽ സൂര്യൻ മറ്റെങ്ങോ മറഞ്ഞ് ഏറെക്കുറെ ഒന്നെ രണ്ടും ചന്ദ്രൻ ഉദിച്ച് ആകാശത്ത് വെച്ച് തന്നെ രണ്ട് പിളർപ്പായി. അന്ന് കത്രിക കൊണ്ട് വെട്ടാനും മറ്റൊന്നുമില്ല, സൗകര്യമില്ല. ടി വിയും ഫോട്ടോ എടുക്കുന്നവരും ഇല്ല തോന്നുന്നുണ്ട്, ഉണ്ടെങ്കിൽ എടുത്തു വെച്ചിരുന്നു. ഏതായാലും രണ്ട് പിളർപ്പായി രണ്ട് ഭാഗത്ത് ഭൂമിയിൽ ഇറങ്ങി വന്ന് പിന്നെ ഉയർന്ന് വീണ്ടും ആകാശത്ത് അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ ചെന്ന് ഒന്നിച്ച് വീണ്ടും മേൽപോട്ട് പോയി അസ്തമിച്ച് സൂര്യൻ ഉദിച്ച് ബാക്കി പകൽ കഴിഞ്ഞിട്ട് വീണ്ടും അസ്തമിച്ച സംഭവം മലബാറിൽ നിന്ന് കണ്ടിട്ടാണ് നമ്മളെ മലബാറിലെ അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യ മുസ്ലിങ്ങളിൽ ഒരാളാകുന്ന അല്ലെങ്കിൽ ആദ്യ മുസ്ലിം തന്നെയാകുന്ന ചേരമാൻ പെരുമാള് മക്കത്ത് പോയി ഇസ്ലാം മതം സ്വീകരിച്ചത്. ചരിത്രം അങ്ങനെ കിടക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ട് വന്നത് ഇഖ്തറബത്തി സാഅത്തു, അന്ത്യനാൾ അടുത്തു, അതിൻ്റെ അടയാളമാകുന്ന ചന്ദ്രൻ പിളറൽ കഴിഞ്ഞു. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ഓരോന്നായി ഇടയ്ക്കിടെ വന്നുകൊണ്ടിരിക്കുകയാണ് അടയാളം. അതിൽപ്പെട്ട ചിലതാവും ഇപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ, ഇന്ന് ബാക്കി പറഞ്ഞതുപോലെ അനുസരിക്കേണ്ടവരെ അനുസരിക്കുന്ന പതിവ് മനുഷ്യ ഹൃദയങ്ങളിൽ നിന്ന് തന്നെ അകന്നുപോയി തുടങ്ങി. നഊദു ബില്ലാഹ്, അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. ഇപ്പോ കുട്ടികൾ ഉസ്താദുമാരെ ഭരിക്കുക, രക്ഷിതാക്കളെ മക്കൾ ഭരിക്കുക, അങ്ങനെയൊക്കെയാണ്. നിങ്ങൾ അതബിൽ നിന്നും മാറിയിട്ട് നമ്മളെ കുട്ടികളും നമ്മളെ ആളുകളുമായിട്ട് ഒന്ന് മുന്നോട്ട് പോകാൻ നിയ്യത്ത് ചെയ്തിട്ട് വേണം ഇന്ന് പിരിയാൻ സാധിക്കുമെങ്കിൽ, അല്ലെങ്കിൽ ആരും ഇടങ്ങാറാവണ്ട ഇൻഷാ അല്ലാഹ്. ഇന്നലെ പറഞ്ഞതുപോലെ ഇതൊക്കെ നെല്ലും കല്ലും വേർതിരിച്ച് കണക്ക് ബോധിപ്പിച്ച് എൻ്റെ അടുത്ത് വല്ലതും ഉണ്ട പടച്ചോനെ എന്ന് നമ്മൾ തപ്പി നോക്കുന്ന സമയം അടുത്ത് വരാൻ പോകുന്നു. അപ്പം പിന്നെ മാപ്പിട്ട് നോക്കിയിട്ട് കാര്യമുണ്ടാവില്ല എന്നും കൂടി ഉണർത്തി ഞാൻ എന്നെ ഏൽപ്പിക്കപ്പെട്ട കാര്യം നിർവഹിച്ച് നിർത്താൻ പോവുകയാണ്.